വേഗം നടക്ക്. അമ്പാനെ, ഞാൻ വന്നത് മുതൽ കൊച്ചുമണി അന്വേഷിച്ചായിരുന്നു. നീണ്ട ഒരു ഊരു ചുറ്റില്ലായിരുന്നു. ഈ കര യാത്രാമാർഗത്തിലില്ലായിരുന്നു. പക്ഷേ അമ്പാന്റെ വരവ് ഞാൻ അറിഞ്ഞു. അതെങ്ങനെ? വിത്തിടേണ്ട മണ്ണ് ഞാൻ കാണുന്നു. കവലെ വെച്ച അമ്പാന്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു. ഉറപ്പ് കൊടുത്തു, അമ്പാന് പെരുമയുള്ള വിജയവും ഉന്നത പഠനവും. ദാ കൊച്ചമ്മ 10 രൂപയും തന്നു. പിന്നെ അമ്പാനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കൊച്ചുനാൾ ഈ കൊച്ചമ്മണിയുടെ കാര്യം പറഞ്ഞ് അമ്മ പേടിപ്പിച്ചിരുന്നല്ലേ? ആ പേടി ഇപ്പോഴും ഉണ്ടോന്നാ? ഓ പിന്നെ പേടി. എന്നാല് കൊച്ചുമണി എനിക്കിപ്പോ കണ്ടപ്പോഴേ ഏതോ പഴങ്കഥയിലെ ഒരു കഥാപാത്രമായിട്ടാ തോന്നുന്നേ. വിത്തുകൾ കാറ്റിലൂടെ പാറി വരുന്ന മന്ത്രം ഞാൻ കേൾക്കുന്നുണ്ട്. അത് അമ്പാൻ കേൾക്കുന്നുണ്ടോ? കണ്ടുപിടിച്ചോ? ഇല്ല. എവിടെയായിരുന്നു? ആഹാ, രണ്ടാളും കൂടെ ദാ വരുന്നു പറഞ്ഞ് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയതാ. എന്താ കൊച്ചുങ്ങൾ നിന്നെ ഒരു പരുവത്തിലാക്കിയോ? എപ്പോഴും അവരുടെ കൂടെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരുന്ന അല്ലേ? എത്ര നല്ല പിള്ളേരാന്നാ. അല്ലെങ്കിലോ കൊള്ള ബെടുക്കൂസുകളാ. എന്റെ രതി ചേച്ചിയല്ലേ ആള്. മോൻ ദൂരെ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന ഓർത്തുള്ള വഴിപാടുകള് എത്രയായിട്ടും ചേച്ചിക്ക് മതിയാവുന്നില്ല. അതാ. ആ പ്രസാദം വേണ്ടേ? ഗോവിന്ദ, ഈ കുട്ടിക്കല്ലയോ ആദ്യം പ്രസാദം തൊടേണ്ടത്. മുണ്ടും മടക്കി കൊടുത്ത ആള് വലുതാവുന്നാണോ പപ്പുവിന്റെ വിചാരം? അതൊക്കെ രതി ചേച്ചി നോക്കിക്കോ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 മുട്ട. ആഹാ, പപ്പുവിനൊരു ജോലി തരട്ടെ. എന്ത് ജോലി? പറ. സൈക്കിളിൽ ഇരിക്കല്ലേ, വൈകുന്നേരം ഒന്ന് ടൗണിൽ വരെ പോവാമോ? എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. കാര്യം അറിയാതെ ഞാൻ പൈസ മേടിക്കുകയില്ല. ശരി, ഇന്ന് പറ്റുകയില്ല വേണ്ട. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അത്യാവശ്യമായിട്ട് സാർ എനിക്ക് ആ വള വാങ്ങിച്ചു തരണം. ഏത് വള? ഹൈസ്കൂൾ മുക്കിലെ കടയിലെ കുപ്പിവള. അല്ല, എന്തോ ഇത്ര വലിയ അത്യാവശ്യം? അതെ, 9ാം ഉത്സവം ആവുമ്പോ ഇട്ടോണ്ട് പോവാനാ. ഇതാണ് സൈസ്. 2 ഡസൻ. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ കടും ചോപ്പ്, 1/2 ഡസൻ കടും പച്ച, 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏതാ പപ്പുവിന് ഇഷ്ടമുള്ള നിറം? രതി ചേച്ചിയുടെ നിറം. വാങ്ങിച്ചോ?
രാവിലത്തെ പവർ കണ്ടപ്പോ അടുത്തൊന്നും വാങ്ങിച്ചു തരാൻ സമയം ഉണ്ടാവില്ലെന്ന് തോന്നി. പിന്നെന്തേ ഇപ്പൊ നല്ല ബുദ്ധി തോന്നിയത്? ഇനി വളയിടാത്തോണ്ട് ഉറക്കം വരാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. നോക്കടാ, സമ്മാനമൊക്കെ കൊടുക്കുന്നത് കണ്ടോ? കാണുന്നുണ്ടടാ, എല്ലാം കാണുന്നുണ്ട്. ഞാൻ പോന്നു. എല്ലാവർക്കും അയലത്ത് ഭാഗ്യം കിട്ടുവോ? യോഗം വേണോടാ, യോഗം. വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ശരിയാടാ, നമുക്കൊക്കെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ അളിയാ, കലക്കി അളിയാ. സർപ്പദോഷം ഉള്ളതുകൊണ്ട് ഊരുപേടിയുള്ള ചെറുപ്പക്കാരും താലി കെട്ടാൻ വരില്ല. കഷ്ടം. അതിപ്പോ താലി കെട്ടിയാലല്ലേ സർപ്പദോഷത്തെ പേടിക്കേണ്ടത്. മറ്റു പരിപാടികൾക്കൊന്നും ആ പേടി വേണ്ടല്ലോ. എന്നാൽ എനിക്കിത്തിരി പേടിയുണ്ട്. ഉള്ള കാര്യം പറയാലോ. നീ പേടിച്ചിരുന്നു? പേടിയില്ലാത്ത ചില മിടുക്കന്മാര് ഇപ്പൊ നാട്ടിലിറങ്ങിയിട്ടുണ്ട്, ഇല്ലേ അനിയ? അല്ല, ഒന്നുമില്ല. എങ്ങനെയാ ഇതിന്റെ ഒരു ലൈൻ എന്നൊന്ന് പറഞ്ഞു തന്നാ തിരക്കേടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ സാർ എന്തുവാ പൊതിഞ്ഞു കൊടുത്ത്? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. വേറൊരു വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധം ഉണ്ടായിട്ടല്ല. അശ്വതി, എന്നാ, ബാ, 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 ബാ. ബാ. ബാ, ദാ. അടി കൂടിയോ? ഇല്ല. പിന്നിങ്ങനെ ഇത് കാറ്റടിച്ച് മുറിഞ്ഞോ? നോക്കിക്കോ, ഇത് ഞാൻ പപ്പുവിന്റെ കുഞ്ഞമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇല്ലെന്നേ, ഇതെന്റെ നഖം കൊണ്ട് പോറിയതാ. നഖം കൊണ്ടാ ഇങ്ങനാണോ? നേര് പറ പപ്പു, എന്താ ഉണ്ടായേ? ലൈബ്രറിയിൽ ഇന്ന് വഴക്കുണ്ടായോ? ഒന്നുമില്ലെന്നേ. എന്തോ അടി പെണ്ണേ, അവൻ എന്തോ പറ്റിയതാ? ഓ, ആമ്പിള്ളാരല്ലേ, അവര് തമ്മി തമ്മി എന്തോ പറഞ്ഞ് വല്ല അടിപിടി ഉണ്ടായി കാണും. ഉണ്ടോ? ഇത് പിടി. ഇപ്പൊ തരാം. തീപ്പിടി. ചീട്ടിറക്കടാ. ഇറക്കാളിയാ. ചേട്ടാ, ചേട്ടാ. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. കമ്പനി അടിച്ചോണ്ടിരുന്നാ മതിയല്ലോ നിനക്കൊക്കെ. നാടക റിഹേഴ്സലിനെ വിളിച്ചാൽ ഒരൊറ്റ എണ്ണത്തിനെ കിട്ടത്തില്ല. എന്തോ വേടാ പരിപാടി? അത് അയ്യ,
പപ്പു നീ ഇതുവരെ എവിടെയായിരുന്നു? ലൈബ്രറിയിൽ. വാർഷികത്തിന് ഇനി 2 ദിവസമുള്ളൂ. ഇത്തവണയെങ്കിലും ഞാൻ നാടകത്തിൽ അഭിനയിക്കണമെന്ന് സാറിന് വലിയ നിർബന്ധം. എന്തോ ചെയ്യാനാ. അവിടെ നിക്ക്. വാ വിളിക്ക്. ആ അപ്പൊ ഗോവിന്ദൻ പറഞ്ഞത് ഉള്ളതാണല്ലോ ചേച്ചി. എടാ ഉള്ളതാണോ? ഡാ പപ്പു, നീ സിഗരറ്റ് വലിച്ചോ? അയ്യോ ഇല്ല ഇല്ല കുഞ്ഞമ്മ. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. വളർന്നു പോയിന്നൊന്നും ഞാൻ കൂട്ടാക്കത്തില്ല. അടിച്ച് ഞാനൊരു മൂലക്കിരുത്തും, പറഞ്ഞേക്കാം. ഞാൻ അച്ഛൻ എഴുതട്ടെ. ഇക്കണക്കിന് നിന്നെ ഹോസ്റ്റലിൽ അയച്ചാ നീ എന്തൊക്കെ ചെയ്യില്ലടാ. ദേ, നീയാ ഈ വീട്ടിലെ മൂത്തുകുട്ടി. നിന്നെ കണ്ടു വേണം മറ്റുള്ളവർ പഠിക്കാൻ. അത് ഓർമ്മ വേണം. ഇതിപ്പോ ടൗണിൽ ജീവിച്ചപ്പോൾ ഇല്ലാത്ത പുതിയ ശീലങ്ങളാണല്ലോ നാട്ടുപുറത്ത് വന്നപ്പോ എന്റെ മോൻ തുടങ്ങിയിരിക്കുന്നത്. പോകത്ത്